കാണുന്ന വണ്ടിയുണ്ടല്ലോ, ബൈക്ക്, സ്കൂട്ടി, അവഞ്ചറൊക്കെ, ഇത് മൊത്തം ഇതാണ്ട എല്ലോ ഇതാണ് മൊത്തം ടാക്സിയാണ്. ഇവർ ടാക്സിയാണ് ഓടുന്നവരാട്ടോ. എല്ലാം റെൻറ്റിന് കിട്ടും. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ വീട്ടുകാർക്ക് ഇതുപോലെ ഒരു കടക്കാർക്ക്, ഇപ്പോൾ എനിക്ക് 2 വണ്ടിയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു വണ്ടി വാടകയ്ക്ക് കൊടുക്കും. എവിടെ നോക്കിയാലും ഏത് കട ചോദിച്ചാലും വണ്ടി വാടക കിട്ടും കേട്ടോ. അപ്പം ഞാനിതാണ് ഒറ്റയ്ക്ക് വരുന്നവരോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ബൈക്ക്, സ്കൂട്ടിയൊക്കെ വാടകയ്ക്ക് എടുത്ത് എവിടെ ചോദിച്ചാലും കിട്ടും. അപ്പം ബൈക്ക് എടുത്ത് വാടകയ്ക്ക് എടുത്ത് പോവാം. ഇവിടുത്തെ പട്ടി. ഹലോ, ഹായ്. എൻ്റെ സൈസ് കണ്ടില്ലേ, രോമവും സൈസൊക്കെ. ഇത് ഇവിടുത്തെ ലോക്കൽ സ്ട്രീറ്റിലുള്ള ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പട്ടികളുടെയൊക്കെ ഒരു ഫിഗറാണ് കേട്ടോ. ഒടുക്കത്തെ സൈസാണ്. എല്ലാം തടിമാടന്മാരെ നല്ല ഉറക്കമാണല്ലോ. രാവിലെ ലേക്കിന് അവിടെ ചായ കുടിച്ചിങ്ങനെ നിന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ട കേട്ടോ. ഇത് ഓരോ സഞ്ചാരികൾ വന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ തടാകത്തിലെറിയും. പ്ലാസ്റ്റിക്കും വേസ്റ്റും മൊത്തം കണ്ടോ. അവിടെ മൊത്തം പ്ലാസ്റ്റിക് കോപ്പിയും ബോട്ടിലുമാണ്. രാവിലെ അവർ വന്നിട്ട് മൊത്തം ഇതുപോലെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമുക്ക് തടാകം താറാവൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് പ്ലാസ്റ്റിക്കാന്ന് നോക്കിയാൽ. अब बस इसको दोनों का फ़ोटो खींचेगा, राइट? लाइसेंस का और आधार कार्ड का फ़ोटो आप खींचेगा, ठीक है. और शाम को आपको उधर से नीचे कॉल करना है. हाँ. अभी थोड़ा सा तो तेल रहेगा इसमें, पेट्रोल सब इसमें से देखिए 3 डंडे तेल है, 300 रुपये का तेल होगा इसमें. ठीक है. पर आपको ना मेरे को रिटर्न करना पड़ेगा. हाँ, उतना तेल कितना है उतना रिटर्न करना है, ठीक है. ये लीजिए हेलमेट, एक ये है, ये दोनों आ जाएंगे. ठीक है. അപ്പം നമ്മൾ ഒരു സ്കൂട്ടി റെൻ്റ് എടുക്കുവാണ്. 500 രൂപ ചാർജ്. സ്കൂട്ടി എടുത്ത് നമ്മൾ റൂമിൽ വന്നത്തേക്കും കണ്ടോ മഴ പിന്നെയും തൂളാൻ തുടങ്ങി കേട്ടോ. സ്കൂട്ടി എടുത്ത് വെറുതെ ആവുമെന്നറിയില്ല. എപ്പോഴും മഴയുള്ളൊരു സ്ഥലം അതാണ് നൈനിതാൽ. ഏതായാലും റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി ബാഗ് ഇവിടെ ടൈം 10 മണി ആയതുകൊണ്ട് നമുക്ക് ബാഗ് റൂമിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബാഗ് ഇഷ്ടം പോലെ ക്ലോക്ക് റൂമുണ്ട് മുകളിൽ ബസ് സ്റ്റാൻഡ് അവിടെ. അപ്പോൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ബാഗ് വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് സ്കൂട്ടി എടുത്ത് നമുക്കിന്ന് കറങ്ങാം. ഓക്കെ. क्या साइन कुछ करना है क्या नहीं? അപ്പം നമ്മൾ ബാഗ് ഇവിടെ വെച്ചു. ഓരോ റേറ്റാണ് പറയുന്നത് കേട്ടോ. അത് പറഞ്ഞു 4 മണിക്കൂറേക്ക് 30 രൂപ ഒരു ബാഗിന്. പക്ഷേ തൊട്ട് താഴെ ഇന്നലെ ചോദിച്ചപ്പോൾ 24 മണിക്കൂറല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ 30 രൂപ പറഞ്ഞത്. താഴെ അവിടുത്തെ 40 രൂപ പറഞ്ഞു. 30-40 രൂപ ആവറേജ്. 2 ബാഗ് വൈകുന്നേരം വരെ പറ്റുമ്പോഴത്തേക്കും 100 രൂപ. കാരണം നൈനിതാൾ വന്നു കഴിഞ്ഞാൽ 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അതിനുശേഷം നമുക്ക് വൈകുന്നേരം സ്റ്റേ ചെയ്യണമെങ്കിൽ ബാഗ് എടുത്ത് നടക്കാൻ പറ്റുമല്ലോ. അപ്പം ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്നതാണ് നമുക്ക് സേഫ്. എൻ്റെ കയ്യിൽ ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ, പവർ ബാങ്കും ചാർജറും ഒക്കെ ഉള്ളൊരു ബാഗ് മാത്രം. അഭയ് സ്കൂട്ടി താഴെ പാർക്ക് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. ഞാൻ അഭയനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാഗ് വെച്ചിട്ട് അവൻ സ്കൂട്ടി എടുത്തിട്ട് വരട്ടെ. പോയി പുറകെ കാണുന്നതാണ് രാജ്ഭവൻ കേട്ടോ. രാജ്ഭവനിലേക്ക് എത്രയുണ്ട് 11 മണിയാവും. അപ്പം നമുക്ക് 11 മണി ആക്കിയിട്ടില്ല. അടിപൊളി ഒരു വ്യൂ കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ മൊത്തം കാണാം. നൈനി ലേക്ക്.
ഇന്നലെ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ റൂട്ടല്ലേ, ഇന്നലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് പോലെ വന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ആ റൂട്ടാണ് നമ്മൾ വന്നത് ഇന്നലെ. ഇന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. ഇതാണ് നൈനി ലേക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ലൊരു വ്യൂ കേട്ടോ, സൂപ്പർ. നമ്മൾ സ്കൂട്ടി എടുത്ത് വരുമ്പോൾ ഇതാ പ്രശ്നം കേട്ടോ. എവിടെ നോക്കിയാലും പാർക്കിങ്ങിന് സ്പേസ് ഇല്ല. എല്ലായിടത്തും പാർക്ക് ചെയ്യാൻ 40-50 രൂപയാണ്. ഇതൊരു ഇക്കോ കേവ് പാർക്ക്. അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്ന പാരവഴിയാണ്. ഇക്കോ കേവ് പാർക്ക് ഒന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പിസ്സ സ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. അപ്പം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോവാം. അപ്പം എല്ലാം കഴിക്കാനുള്ള പരിപാടി കേട്ടോ. വാ, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. തൊട്ട് മൊത്തം കാണുന്ന ഹിമാലയം. അല്ല സൂപ്പറല്ലേ, മൊത്തം ഹിമാലയൻ മലകളാണ് കാണാൻ. മലയുടെ മുകളിലൊക്കെ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തം ഹിമാലയം. ഇതൊരു വിൻ്റർ വരുവാണെങ്കിൽ ഉണ്ടല്ലോ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നതായിരിക്കും കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ മെയ് മാസം ആയിട്ടാണ്. ആയാലും എല്ലാം കഴിക്കാം നമുക്ക്. कितना एक परोठा 80 रुपये। 80 रुपये। मेरे को फ्राइड राइस लेना भैया। फ्राइड राइस, आलू परोठा बनाओ. आप बैठिए। ആ, 2 ദിവസം മുമ്പ് ഇവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നോൺ വെജ് കിട്ടുന്നില്ല. നോൺ വെജ് എല്ലാം ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. റേപ്പേഴ്സിൻ്റേതോ നേതാക്കന്മാർ കുടുങ്ങിയെന്നൊക്കെ പറഞ്ഞുള്ളൊരു കേസായിരുന്നു. അതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നത് പറഞ്ഞു. 2 ദിവസമായെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് ഇവിടെ റൂമിനൊക്കെ റെൻറ്റ് കുറവായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടിയത്. അല്ലെങ്കിൽ 1500-2000 രൂപയാണ് ഓൺലൈനിലും കാണിക്കുന്നത്. കണ്ടോ താഴത്തെ ലുക്ക് കണ്ടോ. നമ്മൾ മല വളഞ്ഞ് കയറി വന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ താഴോട്ട് ഇത്രയും വലിയ ബിൽഡിംഗ് കേട്ടോ. 5-6 ഫ്ലോർ ബിൽഡിങ്ങിന് മുകളിലാണ്. പക്ഷെ നമ്മളിവിടെ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ഫ്ലോർ ബിൽഡിംഗ് ആയിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ താഴെ കണ്ട 5-6 നിലയുണ്ട് ഇതിൻ്റെ താഴേക്ക്. ചെറിയൊരു ഗാർഡനൊക്കെ ആയിട്ട്. ഈ ഗാർഡൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹിമാലയം. എത്ര ടിക്കറ്റ്? 200। ആ 100 पर पर्सन। 100? 100 രൂപ ടിക്കറ്റാ ഒരാൾക്ക്. എന്താണ് ഇവിടെ കാണാനുള്ളത്? ആ എന്ത് സംഭവം? ഉള്ളാറിലുണ്ടോ? ഇത് ഓട്ടോമാറ്റിക്കാണ്. ഉള്ളിൽ ഫാനുണ്ട്. ഫാൻ അനുസരിച്ച് ടു കേവ്. ചലോ, ഇൻക്ലൂഡിങ് GST. അതിന് മുകളിൽ കയറി അടി 100 രൂപയോ? എൻ്റെ അമ്മ വന്നു വന്നത് ഒടുക്കത്തെ പൈസയാണല്ലോ. ഇവിടെ എന്തോ ടൈഗർ കേവ്, അന്തേർ കേവ്. ഇത് കേവിൻ്റെ സൗണ്ട് മാത്രം ഉള്ളത്. കേവിൻ്റെ അകത്ത് ടൈഗർ ഉണ്ടോയെന്നറിയില്ല. ബസ് पहले कोई टाइगर था, अभी उसका സൗണ്ട് बना कर रखा है. പണ്ടെന്തോ ടൈഗർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടൈഗർ പോയി കഴിഞ്ഞപ്പം അതിന് ടൈഗർ കേവ് എന്നും പറഞ്ഞൊരു സംഭവമാക്കിയിട്ട് അല്ല മുകളിൽ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആ സ്പീക്കറിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടുവട വച്ച് വെക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങിപ്പോവാം നമുക്ക്. നോക്കിയില്ലെങ്കിൽ തലടിക്കും. നല്ല തണുപ്പാട്ടോ. ഐസ് കൈ വെക്കുന്ന കൂട്ട് തണുപ്പാണ്. ഓ, പണ്ടും കണ്ടുണ്ട് ഇവിടെ ഒരു കടുവ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെ ടൈഗർ കേവ് ആക്കിയത്. प्लांट ऊपर भी का सांगे हाउस है.
പുലിക്കൊക്കെ വല്ല വീടുണ്ടാക്കി താമസമായിരുന്നു. കല്ലുമ്പത്തിലേക്ക് വന്ന് താമസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? वही आ गया क्या? नहीं, ये दूसरा जगह पहुँच जाए. For zip line, 100 rupees. Yeah. ഇതെങ്ങോട്ടാണോ പോകുന്നത്? ഇത് നുഴഞ്ഞു കയറേണ്ട അവസ്ഥ. അയ്യ, പൊക്കമുള്ളവർക്ക് തലടിക്കും. ആമശോ, ഇത് നുഴഞ്ഞ കയറ്റുകാർക്കാൻ പറ്റും സ്ഥലം കേട്ടോ. ഇത് നുഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ. വണ്ണം ഉള്ളവർക്ക് ഇതിലേ വരാൻ പറ്റൂല. അരെ ബാബരി ഫസ് ഗയാ. नहीं, हो जाएगा. ये तो हम लोग भी टाइगर बन गया. टाइगर बन गया, बनना पड़ा है. मोटा वाला आदमी लोग कैसे जाएगा? നിനക്കൊന്നും വേറൊരു പണിയില്ലേ? അതിൽ വീടുണ്ടാക്കിയ താമസം ഇവിടെ വീടുണ്ടാക്കിയ താമസിക്കാനൊക്കെ. ഇവിടെ ഒരു ബാറ്റ് കേവ് ഉണ്ട്. അത് ഒത്തിരി എന്താ പറയണ്ടേ, ഭയങ്കര നാറയാണ്. അപ്പോൾ ശരി, എന്നെപ്പോലെ തടികളൊക്കെ പോകാൻ പറ്റിയ സ്ഥലമല്ല കേട്ടോ. അയ്യ, ചലോ थोड़ा सा बड़ा देख रहा. ഇത് തിന്ന് ബ്രേക്ക് പറ്റില്ല, ദഹിക്കാൻ ചാൻസ് ഉണ്ട്. बस इतना ही है? नहीं है, जा पाओगे? कहाँ? मेरे को लगता है मुश्किल जा पाओगे. देखो इसमें जा पाओगे? इधर से कहाँ जाएगा? पता नहीं, नहीं. इधर से जाने के लिए मैं मोटा है. ഇതിൽ കയറണമെങ്കിൽ एकदम पतला वालों का जा सकता है. तो पूरा हाथ बॉडी पूरा स्क्रैच हो जाएगा. हाँ, മൊത്തം തലയുടെ മുകളിൽ മൊത്തം കല്ല് കേട്ടോ. നമ്മൾ ഈ 3-4 കേവ് കണ്ടിറങ്ങി. उधर क्या है? एकदम पतला. वो सब बात के लिए ठीक है. हम लोग तो बात नहीं है. एलिफेंट तो हो गया. ഇവിടെ ഇങ്ങനെ സ്പീക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി. हम लोग इधर से आए क्या? इधर से आए क्या? चलो इधर से फिर वेट टू एयर साइकिलिंग. ഇവിടെ എയർ സൈക്ലിംഗ് ഉണ്ട്. അതായത് റോപ്പിന് മുകളിൽ കൂടെ സൈക്ലിംഗ് ചെയ്യാനുള്ള പരിപാടി. അഡ്വഞ്ചർ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. हाँ हाँ, नीचे से देखा ना, वो रास्ता है. ओके, വെറുതെ പോയി കേബിൾ ഇറങ്ങിയതാണ്. വെറുതെ സൈക്കിളിന് മുകളിൽ കയറി ഇരുന്നാൽ മതി. ഇത്രേ ഉള്ളൂ, ഇവിടുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. ചില ഫിർണിച്ച ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഓക്കെ, വെയിറ്റ് ടു സിറ്റ്. ഒരു നൈനിതാളിലൊക്കെ 2-3 ദിവസത്തെ ട്രിപ്പ് ചെയ്യുന്നവർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ ഈ കേവ്. ഇത് ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ചെറിയൊരു കാടിനുള്ളിൽ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഒരു സ്ഥലമാണ് ഇക്കോ കേവ് പാർക്ക്. ഇവിടെ ചെറിയൊരു
വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മുകളിൽ ചെറിയൊരു നേഴ്സറി ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ഒരു 10 മീറ്റർ സിപ്ലിംഗ് ചെയ്യാൻ 100 രൂപ. ഐ ലവ് കേവ് ഗാർഡൻ. നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ മലകൾ കാണാൻ. ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ വ്യൂ കണ്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇത്. ഇവിടെ ചെറിയൊരു ബെഞ്ചുണ്ട്. ഓപ്പോസിറ്റ് മൊത്തം നല്ല വ്യൂ ആണ്. അങ്ങനെ ഇക്കോ കേവ് പാർക്കിലെ കാഴ്ച കണ്ടു. ഇനി നമുക്ക് നമ്മൾ വന്ന വഴി നേരെ പോയി കഴിയുമ്പം 1-2 പോയിൻറ്റ്സ് ഉണ്ട് കാണാൻ പറ്റുന്ന പിക്ക് പോയിൻറ്റ്സ്. സൂസൈഡ് പോയിൻ്റ്, ലവേഴ്സ് പോയിൻ്റ്, വാട്ടർ ഹാള്, അങ്ങനെ 4 സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വഴി വെച്ച് പിടിക്കാം. ആ വഴി പോയി നോക്കാം. കാണാം, അവിടുത്തെ സ്ഥലം നമുക്കിത് പോയി കാണാം.